കോൺഗ്രസിന് അങ്ങനെ ആരുടെയും പിന്തുണ വേണ്ട. ഇനി SDPIയുടെയോ BJPയുടെയോ പിന്തുണ വാങ്ങി അധികാരത്തിലേറിയാൽ അപ്പോൾ തന്നെ രാജിവെക്കുകയും ചെയ്യും. നിലപാടെന്ന് പറഞ്ഞാൽ ഇതാണ് നിലപാട്. VD സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യമാണിത്. ഒരു കാരണവശാലും സംഭവിക്കും. ഞങ്ങൾ കൃത്യമായ ഡയറക്ഷൻ UDF യോഗം കൂടി പറഞ്ഞു. BJP, CPM, SDPI തുടങ്ങിയ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് കൃത്യമായി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പിന്തുണയിൽ ജയിച്ചു വന്നവര് രാജിവെച്ചോ. നേതാവ് പറഞ്ഞത് അതുപോലെ തന്നെ അണികൾ കേട്ടിട്ടുണ്ട്, രാജിവെച്ചു. പക്ഷേ കോൺഗ്രസിൽ നിന്നായിരുന്നു എന്ന് മാത്രം. തൃശൂർ ജില്ലയിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് നേതാവിന്റെ വാക്കുകേട്ട് പാർട്ടി തന്നെ മാറി പ്രവർത്തകർ മാതൃകയായത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില ഇപ്രകാരമാണ്: LDF 10, കോൺഗ്രസ് 8, NDA 4, സ്വതന്ത്രൻ 2 എന്നിങ്ങനെ. സ്വാഭാവികമായും പഞ്ചായത്ത് ഭരിക്കേണ്ടത് LDF ആണ്. പക്ഷേ അധികാരക്കൊതി മൂത്താൽ എന്തും ചെയ്യുമെന്ന് തെളിയിച്ചിട്ടുള്ള കോൺഗ്രസ് ഉടൻ തന്നെ വിശ്വരൂപം കാട്ടി. കോൺഗ്രസ് അംഗങ്ങൾ 8 പേരും ഒരുമിച്ച് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. BJPയോടൊപ്പം നിന്ന ഒരു സ്വതന്ത്രന് പിന്തുണ നൽകി. എന്താ BJPയോടൊരു സ്നേഹം? BJP തിരിച്ചും അങ്ങനെ തന്നെയാണ്. അത് പിന്നെ ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നല്ലേ. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ LDFനും UDFനും 9 സീറ്റ് വീതവും BJPക്ക് 1 സീറ്റുമാണ് ഉള്ളത്. അറിയാലോ, അധികാരം കിട്ടിയാൽ ചെറിയ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ തമ്മിലടിയാണ്. തമ്മിലടി കാരണം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് 9 പേരും എത്തിയില്ല. തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ കോൺഗ്രസിനൊപ്പം BJPക്കാരനും മുങ്ങി. കുമരകത്താണെങ്കിൽ BJP പിന്തുണയോടെ UDF പഞ്ചായത്ത് ഭരണത്തിലേറി. എല്ലാ വർഗീയ കക്ഷികളോടും കോൺഗ്രസിന് അതിയായ സ്നേഹമാണെന്നതിനാൽ SDPIയും മറന്നില്ല. പത്തനംതിട്ട കോട്ടങ്ങൽ പഞ്ചായത്തിലെ ഭരണം SDPIയെ കൂട്ടുപിടിച്ച് UDF സ്വന്തമാക്കി. തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിലും സമാനമായി SDPI പിന്തുണ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റായി. പക്ഷേ കോൺഗ്രസ് പറയുന്നത് അവർ ഒരിക്കലും BJPയുടെയും SDPIയുടെയും പിന്തുണ സ്വീകരിക്കില്ലെന്നാണ്. പക്ഷേ അധികാരം കാട്ടി മോഹിപ്പിച്ചാൽ കോൺഗ്രസിന് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? പട്ടിയുടെ വാൽ 12 കാലം കുഴലിലിട്ടാലും നിവരില്ലെന്ന